നമസ്കാരം, ഞാൻ Dr.Betty മേരി തോമസ്, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം സൂപ്പർ ബഗ്സിനെ കുറിച്ചാണ്. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയയാണ് സൂപ്പർ ബഗ്സ്. ഇവ മൂലമുണ്ടാകുന്ന അണുബാധ വളരെ അപകടകാരിയും ചില സമയങ്ങളിൽ ഇവ മരണകാരണം വരെ അയക്കാവുന്നതുമാണ്. സൂപ്പർ ബഗ്സിന് ചില ഉദാഹരണങ്ങളാണ് MRSA, E. coli, ക്ലെപ്സില, ഗുണേറിയ മുതലായവ. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ എടുക്കുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത ഉപയോഗത്താലും അതിൻ്റെ ദുരുപയോഗത്താലുമാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമുക്കുണ്ടാകുന്നത്. ഇതുമൂലം ബാക്ടീരിയ നശിപ്പിക്കുന്നതിനും അതിൻ്റെ വളർച്ച തടയുന്നതിനും വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കാനും നമ്മളുടെ ശരീരത്തിൽ കൂടുതലായി ബാക്ടീരിയയ്ക്ക് വളരുവാനും ഇത് കാരണവുമാകുന്നു. കുട്ടികൾക്കും വൃദ്ധജനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു മാരക രോഗങ്ങളുള്ളവർക്കും അണുബാധ ഏൽക്കുവാനുള്ള സാധ്യത വളരെ ഏറെയാണ്. നമുക്കിതിന് പരിഹാര മാർഗമായി ആൻറ്റിബയോട്ടിക്കിൻ്റെ ഫലപ്രദമായ ഉപയോഗരീതി പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അണുബാധ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ടോയ്ലറ്റിൽ പോയതിന് ശേഷവും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുന്നും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ചെളിയിലോ മണ്ണിലോ ഉള്ള ജോലികളിൽ ഏർപ്പെടുന്നതിന് ശേഷവും നമ്മുടെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് വളരെ വൃത്തിയായി കഴുകേണ്ടതാണ്. തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ചീപ്പ്, തോർത്ത്, ടൂത്ത് ബ്രഷ് എന്നിവ മറ്റൊരാളുമായി പങ്കിടാതെ ഇരിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചികിത്സ ഒഴിവാക്കി വൈദ്യസഹായം തേടുകയും വേണം. കൃത്യസമയങ്ങളുള്ള വാക്സിനുകൾ നിങ്ങൾ തീർച്ചയായും എടുത്തിരിക്കുകയും വേണം.